ഹായ് എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കുഞ്ഞു മധുര പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ക്യാരമൽ ടേസ്റ്റിലുള്ള ഒരു പാൽ ഹൽവയാണ്. നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഒരു ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാനിൽ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ വെള്ളമൊന്നും ഒഴിക്കേണ്ട, ജസ്റ്റ് 1/2 കപ്പ് പഞ്ചസാര മാത്രം ഇട്ടാൽ മതി. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഇത് ചെറുതായിട്ട് സൈഡിൽ നിന്നൊക്കെ നിറം മാറി തുടങ്ങും. ഇപ്പോൾ അതേ പഞ്ചസാര കണ്ടോ, സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ട് നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പതുക്കെ ഇളക്കി കൊടുക്കാം. ഇളക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ഒരുപോലെ അങ്ങ് ബ്രൗൺ നിറം ആവാനായിട്ടാണ്. അപ്പോൾ ഇത് ഒന്ന് നിറം മാറി വരട്ടെ. ഒത്തിരി ഡാർക്ക് ആവേണ്ട, നല്ലൊരു ഗോൾഡൻ കളർ ആയാൽ മതി. ഒരുപാട് ഡാർക്ക് ആയി കഴിഞ്ഞാൽ അറിയാലോ, ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. ഇപ്പോൾ ക്യാരമൽ കണ്ടോ, നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇത്രയും മതി. ഈ സമയത്ത് ഇതിനകത്തേക്ക് 1/2 കപ്പ് നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂട് വെള്ളം തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒഴിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ശ്രദ്ധിച്ച് നിൽക്കണേ, കയ്യിലോട്ടൊക്കെ ഇങ്ങനെ തെറിക്കും. കുറച്ചായിട്ട് വെള്ളം ഫുള്ള് ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴേ കണ്ടോ, ചെറുതായിട്ട് പഞ്ചസാര ഒന്നിങ്ങനെ കട്ട പിടിച്ച് വരും. അത് കുഴപ്പമില്ല. അത് വെള്ളം തിളയ്ക്കും തോറും പിന്നെ അത് ഉരുകിക്കോളും. അപ്പോൾ ജസ്റ്റ് ഒരു 1 മിനിറ്റ് നല്ലോണം ഒന്ന് തിളപ്പിച്ച് പഞ്ചസാരയൊക്കെ ഉരുകി ഒന്ന് കുറുകി വരണം. ഒരുപാട് കുറുകണ്ട, ചെറുതായിട്ട് ആ സിറപ്പ് ഒന്ന് കുറുകണം. പഞ്ചസാരയൊക്കെ ഉരുകി സിറപ്പ് കണ്ടോ, ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിൽ മതി. ഇതിൽ കൂടുതൽ കുറുകണ്ട കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇത് തണുക്കാനായിട്ടൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഉടനെ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളും ചെയ്യാം. അടുത്തത് ഒരു പാനിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. നെയ്യ് ആയാലും കുഴപ്പമില്ല, സെയിം അളവിൽ തന്നെ എടുത്താൽ മതി. ഇതൊന്ന് ഉരുകണം. അപ്പോൾ ഈ ബട്ടർ ഉരുകി കഴിയുമ്പോൾ ഒരു 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ബട്ടറിലിട്ടിട്ട് മൈദ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ ഒരു പച്ച ചുവയങ്ങ് മാറ്റിയെടുക്കണം. ഒരു 1-2 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ. തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരാതെ ചെറിയ തീയിലിട്ടിട്ട് അതിൻ്റെ ആ ഒരു പച്ച ചുവയങ്ങ് മാറ്റിയെടുക്കുക. നല്ലൊരു മണം വരും ഈ മൈദ മൂത്ത് കഴിയുമ്പോൾ. അപ്പോൾ മൈദയുടെ പച്ചപ്പൊക്കെ മാറി നല്ലൊരു മണം വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് ഒരു 2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കണം. പാല് ഞാൻ ഒരുമിച്ച് ഒഴിക്കുന്നില്ല, കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. കാരണം പാൽ ഒഴിച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ ഇപ്പം തന്നെ മൈദ ചെറിയ ചെറിയ കട്ടകൾ പോലെയല്ലേ കിടക്കുന്നത്. അപ്പോൾ അത് ഫുള്ള് ഉടച്ചെടുക്കണം നമുക്ക്. അപ്പോൾ കുറച്ചായിട്ട് പാൽ ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ് ഉടച്ചെടുക്കാൻ. ഇത് ആദ്യമൊക്കെ കുറച്ച് കൂടുതൽ കട്ടകളുള്ള പോലെ തോന്നും, പക്ഷെ അത് കുഴപ്പമില്ല കേട്ടോ. നമ്മൾ പാൽ ഒഴിച്ച് കുറച്ച് നേരം ഇങ്ങനെ കുറുക്കുന്ന സമയത്ത് താനേ തന്നെ ആ കട്ടകളൊക്കെ ഉടഞ്ഞു കിട്ടും. അഥവാ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടാണ്, കുറച്ചൊക്കെ വലിയ കട്ടകളൊക്കെ കിടക്കുന്നു എന്ന് തോന്നുവാണെങ്കിൽ ഇത് വേണമെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം. ജസ്റ്റ് ഒരു വലിയ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചിട്ട് പിന്നെയും ആ ഒരു ലിക്വിഡ് മാത്രം വീണ്ടും പാനിൽ ഒഴിച്ചിട്ട് കുറുക്കിയെടുത്താൽ മതി. അപ്പം ഞാൻ ഇപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കുവാണ്. ഞാനിത് അരിക്കുന്നൊന്നുമില്ല, ഇങ്ങനെ പതുക്കെ ചെയ്യുമ്പോൾ തന്നെ ആ കട്ടകളൊക്കെ ഉടഞ്ഞ് വരും. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങണം. ഇപ്പോൾ കണ്ടോ, കുറച്ച് നേരം ഒന്ന് ഇളക്കി കഴിഞ്ഞപ്പോൾ ആ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞ് അത് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ക്യാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. സിറപ്പിന് ചെറിയ ചൂടുണ്ടാവും, അത് കുഴപ്പമില്ല, ചൂടോടുകൂടി തന്നെയാണ് ഒഴിക്കേണ്ടത്. ഇതിനകത്ത് ഫ്ലേവറിനായിട്ട് ഞാൻ ഈ ക്യാരമൽ സിറപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. കാരണം എനിക്ക് ആ ക്യാരമലിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ടാണ്. അപ്പോൾ അഥവാ നിങ്ങൾക്ക് കുറച്ച് ഏലക്കാപ്പൊടിയുടെ ഫ്ലേവറും കൂടിയൊക്കെ ഹൽവയല്ലേ, അപ്പോൾ അതിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ചേർക്കാവേ. അപ്പോൾ 1/2 കപ്പ് എന്ന് പറയുമ്പോൾ ഒത്തിരി മധുരം കാണത്തില്ല ഹൽവയ്ക്ക്. അപ്പോൾ വേണമെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂണും കൂടി ചേർക്കാം. അത് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടം പോലെ ചെയ്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ കുറുക്കിയെടുക്കാം. നല്ലോണം ഒന്ന് കുറച്ചൊന്ന് കട്ടിയായിട്ട് വരണം. ഒരുപാട് സമയം എടുക്കത്തില്ല, ഒരു 5 മിനിറ്റ് മാക്സിമം. ആ സമയത്തിനുള്ളിൽ തന്നെ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിനകത്ത് ആദ്യം ചേർത്ത 3 ടേബിൾ സ്പൂൺ ബട്ടർ ഉണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. സാധാരണ ഹൽവ പോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നെയ്യോ ബട്ടറോ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് വേറൊരു കുറച്ചും കൂടി ഈ പുഡിംഗ് പോലെ കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ്. അപ്പോൾ ഇതിങ്ങനെ എടുക്കുമ്പോൾ കണ്ടോ, ഇതുപോലെ വീഴണം. ഒരു റിബൺ പോലെ കുറച്ച് കട്ടിക്ക് തന്നെ വീഴുന്ന രീതിയിലായിരിക്കണം. ഇത്രയും മതി.
ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം, സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഒരു ചെറിയൊരു പാത്രത്തിൽ കുറച്ച് നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഫുള്ളൊന്ന് തേച്ച് കൊടുക്കണം. പെട്ടെന്ന് ഇളകി വരാനായിട്ടാണ്. ഇനി ഇത് നമുക്ക് പാനിലോട്ട് ഒഴിച്ച് വയ്ക്കാം. ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടെ. ഒരു മണിക്കൂറൊക്കെ 1-2 മണിക്കൂർ പുറത്തിരിക്കുമ്പോൾ തന്നെ അത് സെറ്റായി വരും. പിന്നെ പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാലും മതി. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചിപ്പോൾ തണുപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ പുറത്തിരുന്നാൽ തന്നെ അത് നന്നായിട്ട് തന്നെ സെറ്റായി വരും. അപ്പോൾ ഹൽവ ഒരു 1-2 മണിക്കൂർ ഇങ്ങനെ തന്നെ വെച്ചിട്ട് നോക്കാം. ഞാനൊരു 1 മണിക്കൂർ പുറത്ത് വെച്ചിരുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ലതായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. പതുക്കെ സൈഡൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് ഈസി ആയിട്ട് ഇങ്ങനെ ഇളകി വരാനായിട്ടാണ്. ഒട്ടും അങ്ങനെ എന്താ പറയുക, ഭയങ്കര സോഫ്റ്റ് ആയിട്ട് അങ്ങനെയല്ല. സോഫ്റ്റ് ആണ്, പക്ഷെ നമുക്കിങ്ങനെ എടുക്കാൻ പറ്റാത്ത രീതിയിലൊന്നും അല്ല. ഈസി ആയിട്ട് ഇതാ ഇങ്ങനെ ആ ഒരു കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വെറുതെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇതിനകത്ത് ചേർക്കാനായിട്ട് ഒരു ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കിയില്ലേ, അതേ രീതിയിൽ തന്നെ കുറച്ചും കൂടി ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കി അത് തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അത് കൂട്ടിയും കഴിക്കാം. അതും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ക്യാരമൽ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ക്യാരമൽ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും നല്ല ഇഷ്ടമാവുന്ന ഒരു ഹൽവയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.